ഹലോ സ്റ്റുഡൻസ്, ഞാൻ സംഗീത, മലമ്പുഴ ഗവൺമെൻറ് ITAയിലെ സർവേയർ ട്രേഡിലെ ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS എന്ന ടോപ്പിക്കാണ്. വാട്ട് ഈസ് GPS? GPS is a satellite navigation system used to determine the ground position of an object. ഒരു ഒബ്ജക്റ്റ് അത് സ്റ്റേഷനറി ആവാം അല്ലെങ്കിൽ മൂവിങ് ആവാം. അതിൻ്റെ എർത്തിലുള്ള അതിൻ്റെ പൊസിഷൻ അഥവാ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാറ്റലൈറ്റ് സംവിധാനം അതാണ് GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS is used for navigation in planes, ships, cars, trucks, three-dimensional positioning, search and rescue equipment, military operations, surveying. GPS സിസ്റ്റം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പ്ലെയിൻസ്, ഷിപ്സ്, കാർസ്, ട്രക്സ് തുടങ്ങിയവയുടെ നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് ഇവയുടെ മൂവ്മെൻറ്റിനനുസരിച്ച് അവയുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിനും ആ ഒരു പെർട്ടിക്കുലർ ജേണിയിൽ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ദൂരം, സമയം, ഡിറക്ഷൻ മുതലായ വിവരങ്ങളും GPS-ൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കൂടാതെ 3-dimensional പൊസിഷനിങ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്യുപ്മെൻറ്റ്, മിലിറ്ററി ഓപ്പറേഷൻസ്, ഡിഫൻസ്, സർവേയിങ് തുടങ്ങിയ മേഖലകളിലും GPS വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. The GPS system includes 24 satellites deployed in space about 12,000 miles above the Earth's surface. GPS സിസ്റ്റത്തിൽ ആകെ 24 സാറ്റലൈറ്റ്സ് ആണുള്ളത്. ഈ സാറ്റലൈറ്റ്സ് എർത്ത് സർഫസിന് മുകളിലായിട്ട് ഏകദേശം 12,000 മൈൽസ് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. They orbit the Earth once every 12 hours at pace of 7,000 miles per hour. ഈ സാറ്റലൈറ്റ്സ് ഏകദേശം 7,000 മൈൽസ് പെർ അവർ സ്പീഡിലാണ് എർത്തിന് ചുറ്റും പ്രത്യേക ഓർബിറ്റുകളിലായിട്ട് മൂവ് ചെയ്യുന്നത്. ഇവ എർത്തിന് ഒരു തവണ പരിക്രമണം ചെയ്യാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 12 മണിക്കൂറാണ്. നെക്സ്റ്റ്, 4 സാറ്റലൈറ്റ്സ് ആർ ആക്സസിബിൾ വയ ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് ഫ്രം എനിവർ ഓൺ ദ ഗ്ലോബ്. ഭൂമിയിൽ എവിടെ നിന്നുകൊണ്ടും ഏത് പൊസിഷനിൽ നിന്നുകൊണ്ടും നമുക്ക് അറ്റ് എ ടൈം ഒരേ സമയം 4 സാറ്റലൈറ്റുകളെയാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. Each GPS satellite broadcasts a message that includes a satellite's current position, orbit and exact time. ഓരോ GPS സാറ്റലൈറ്റും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന മെസ്സേജിൽ ആ സാറ്റലൈറ്റിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ, ഓർബിറ്റ്, എക്സാക്ട് ടൈം എന്നീ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. A GPS receiver combines the broadcast from multiple satellites to calculate its exact position using a process called triangulation. GPS സാറ്റലൈറ്റിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന സിഗ്നൽസ് GPS റിസീവറിലേക്കാണ് എത്തുന്നത്. ഈ GPS റിസീവർ വിവിധ സാറ്റലൈറ്റുകളിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന മെസ്സേജുകളെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ആ റിസീവർ അതിരിക്കുന്ന എക്സാക്ട് പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് ട്രയാങ്കുലേഷൻ എന്ന് വിളിക്കുന്നത്. 3 satellites are required in order to determine a receiver's location. ഒരു റിസീവറുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് മിനിമം 3 സാറ്റലൈറ്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. Smartphones, tablets and other mobile devices often use other means to determine locations such as nearby cell towers and public Wi-Fi signals, and this technology is referred to as local positioning system. LPS is used to supplement GPS when a consistent satellite connection is unavailable. അതായത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് കണക്ഷൻ അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ GPS-ന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊരു സംവിധാനമാണ് LPS അഥവാ ലോക്കൽ പൊസിഷനിങ് സിസ്റ്റം. LPS-ൽ ചെയ്യുന്നത് തൊട്ടടുത്തുള്ളൊരു സെൽ ടവർ അല്ലെങ്കിൽ റേഡിയോ ടവർ അല്ലെങ്കിൽ വൈഫൈ സിഗ്നൽ തുടങ്ങിയവയുടെ സഹായത്തോടു കൂടി സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ്, മറ്റ് മൊബൈൽ ഡിവൈസസ് മുഖേന ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. ഇവിടെ LPS-ന് GPS-ൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ GPS-ന് ഒരു ഗ്ലോബൽ കവറേജ് ആണുള്ളത്. എന്നാൽ LPS-ന് നെറ്റ്വർക്ക് റേഞ്ച് അവൈലബിൾ ആയിട്ടുള്ള ഒരു ചുരുങ്ങിയ ഏരിയയിൽ മാത്രമേ ഒരു സംവിധാനം ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, ഇവിടെ കാണിച്ചിട്ടുള്ള ഫസ്റ്റ് പിക്ചർ, അതിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് അതിൻ്റെ ലൊക്കേഷൻ 3 സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഈ 3 സാറ്റലൈറ്റുകളിൽ നിന്നും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന മെസ്സേജസിനെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതിനെയാണ് ട്രയാങ്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഈ പെർട്ടിക്കുലർ പോയിന്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 2D ലൊക്കേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്.
ദാറ്റ് ഈസ് 2 ഡയമെൻഷണൽ ലൊക്കേഷൻ. ആ പോയിൻറ്റിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നെക്സ്റ്റ് പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് ഒരു പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ 4 സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ പോയിൻറ്റിൻ്റെ 3D ലൊക്കേഷനാണ് ലഭിക്കുന്നത്. ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് എന്നിവയ്ക്ക് പുറമെ ആ പോയിൻറ്റിൻ്റെ ആൾട്ടിറ്റ്യൂഡ്, അതായത് മീൻ സീ ലെവലിൽ നിന്ന് എത്രമാത്രം ഹൈറ്റിലാണ് ആ പോയിൻ്റ് ഇരിക്കുന്നത്, അതും കൂടി ആൾട്ടിറ്റ്യൂഡും കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ബേസിക് സ്ട്രക്ചർ ഓഫ് GPS. ഒരു GPS സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ പ്രധാനമായിട്ട് 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്പേസ് സെഗ്മെൻറ്റ്, ദാറ്റ് ഈസ് GPS satellites. A number of GPS satellites are deployed on 6 orbits around the Earth. 4 GPS satellites per 1 orbit and move around the Earth at 12-hour interval. GPS സിസ്റ്റത്തിൽ 24 സാറ്റലൈറ്റ്സ് ആണുള്ളത്. ഈ 24 സാറ്റലൈറ്റ്സ് എർത്തിന് ചുറ്റും 6 ഓർബിറ്റുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു ഓർബിറ്റിൽ 4 സാറ്റലൈറ്റ്സ് ആണുള്ളത്. അങ്ങനെ 6 ഓർബിറ്റുകളിലായിട്ട് 24 സാറ്റലൈറ്റ്സ്. ഇവ എർത്തിന് ചുറ്റും 12-hour ഇൻ്റർവെല്ലിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് എർത്തിനെ പരിക്രമണം ചെയ്യാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 12 hour. നെക്സ്റ്റ്, കൺട്രോൾ സെഗ്മെൻറ്റ് ഓർ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻസ്. ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻസ് പ്ലേ റോൾ ഓഫ് മോണിറ്ററിംഗ്, controlling and maintaining satellite orbit to make sure that the deviation of the satellites from the orbit. എർത്തിന് ചുറ്റും മൂവ് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് അതത് ഓർബിറ്റുകളിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിനും ആ സാറ്റലൈറ്റ്സിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിനും ആ സാറ്റലൈറ്റ് പെർട്ടിക്കുലർ ഓർബിറ്റിൽ നിന്ന് വ്യതിചലിച്ച് പോവാതെ അതിനെ ഓർബിറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻസ്. നെക്സ്റ്റ്, യൂസർ സെഗ്മെൻറ്റ് ഓർ GPS റിസീവേഴ്സ്. GPS സാറ്റലൈറ്റിൽ നിന്നും സെൻഡ് ചെയ്യുന്ന സിഗ്നൽസിന് റിസീവ് ചെയ്യാനാണ് GPS റിസീവേഴ്സ് ഉള്ളത്. നെക്സ്റ്റ്, GPS പൊസിഷനിങ്. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ GPS സംവിധാനം ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ്ലി, ദ സിഗ്നൽ ഓഫ് ടൈം ഇസ് സെൻഡ് ഫ്രം GPS സാറ്റലൈറ്റ് അറ്റ് എ ഗിവൺ പോയിന്റ്. ഒരു ഗിവൺ പോയിന്റിലുള്ള GPS സാറ്റലൈറ്റ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ സിഗ്നൽ സെൻഡ് ചെയ്യുന്നു. ഈ സിഗ്നൽ GPS റിസീവറിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ GPS ടൈം ആൻഡ് ദ പോയിന്റ് ഓഫ് ടൈം ക്ലോക്ക് GPS റിസീവർ റിസീവ്സ് ദ ടൈം സിഗ്നൽ വിൽ ബി കാൽക്കുലേറ്റഡ് ടു ജനറേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ റിസീവർ ടു ദ സാറ്റലൈറ്റ്. GPS സാറ്റലൈറ്റിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ആ ടൈം സിഗ്നൽ റിസീവറിലേക്ക് എപ്പോഴാണോ എത്തുന്നത് ആ ടൈം GPS റിസീവറിലുള്ള ടൈം ക്ലോക്കിൽ നോട്ട് ചെയ്യുന്നു. ഈ സിഗ്നൽ സാറ്റലൈറ്റിൽ നിന്ന് റിസീവറിലേക്ക് എത്താൻ വേണ്ട ടൈം, അതിനെയാണ് ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ ടൈം ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ഉപയോഗിച്ചിട്ട് സാറ്റലൈറ്റിനും റിസീവറിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. ദ സെയിം പ്രോസസ് വിൽ ബി ഡൺ വിത്ത് അതർ 3 അവൈലബിൾ സാറ്റലൈറ്റ്. ഈ സെയിം പ്രോസസ്സ് 3 സാറ്റലൈറ്റുകൾക്കും ചെയ്യുന്നുണ്ട്. 3 സാറ്റലൈറ്റുകളിൽ നിന്നും റിസീവറിലേക്ക് സിഗ്നൽ സെൻഡ് ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് 3 സാറ്റലൈറ്റുകളിൽ നിന്നും റിസീവറിലേക്കുള്ള ടൈം, സിഗ്നൽ സെൻഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം കണ്ടുപിടിക്കുന്നു. കറസ്പോണ്ടിങ് ടൈം ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് ആ 3 സാറ്റലൈറ്റുകളിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ്, റിസീവറിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. കാൽക്കുലേറ്റ് ദ പൊസിഷൻ ഓഫ് GPS റിസീവർ ഫ്രം ദ ഡിസ്റ്റൻസ് ഫ്രം ദ GPS റിസീവർ ടു 3 സാറ്റലൈറ്റ്സ്. നമുക്കിപ്പോൾ ആ 3 സാറ്റലൈറ്റുകളിൽ നിന്നും റിസീവറിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടി. ഈ 3 ഡിസ്റ്റൻസുകൾ ഉപയോഗിച്ചിട്ട് ആ റിസീവറിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. Since the time generated by clocks incorporated into GPS receivers is not as precise as the time generated by atomic clock on satellite, there will be error in calculated distance between satellites and a GPS receiver. ഇവിടെ GPS സാറ്റലൈറ്റ്സിൽ ഉപയോഗിക്കുന്നത് അറ്റോമിക് ക്ലോക്സ് ആണ്. GPS റിസീവേഴ്സിൽ ഉപയോഗിക്കുന്ന ക്ലോക്സ് അതിന് അറ്റോമിക് ക്ലോക്കിൻ്റെ അത്ര പ്രിസിഷൻ ഉണ്ടായിരിക്കില്ല, അത്രയ്ക്കും ഒരു കൃത്യത ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലോക്കിൻ്റെ ഇനാക്യുറസി മൂലം എറർ സംഭവിക്കാം. നെക്സ്റ്റ് പിക്ചർ ഇവിടെ കാണിച്ചിട്ടുള്ളത്, അതിലെ ഫസ്റ്റ് പിക്ചർ പറയുന്നത് ആ GPS സാറ്റലൈറ്റിൽ നിന്ന് റിസീവറിലേക്ക് സിഗ്നൽ സെൻഡ് ചെയ്യുന്നത് ഒരു സ്യൂഡോ റാൻഡം കോഡായിട്ടാണ് സിഗ്നൽ സെൻഡ് ചെയ്യുന്നത്. ഈ സ്യൂഡോ റാൻഡം കോഡ് ഓരോ സാറ്റലൈറ്റിനും വ്യത്യാസമായിരിക്കും.
ഒരു പെർട്ടിക്കുലർ ടൈമിൽ സിഗ്നൽ സെൻഡ് ചെയ്യുന്നു, അത് റിസീവറിലേക്ക് എത്തുന്നു. ആ ടൈം ഡിഫറൻസ്, ആ സിഗ്നൽ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്താൻ വേണ്ട ടൈം, അതാണ് ടൈം ഡിഫറൻസ്. അത് കണ്ടുപിടിക്കുന്നു. ആ ടൈം ഡിഫറൻസിനെ സ്പീഡ് ഓഫ് ലൈറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലൈറ്റിൻ്റെ സ്പീഡ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ടൈം ഡിഫറൻസിനെ സ്പീഡ് ഓഫ് ലൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ലഭിക്കും. നെക്സ്റ്റ് പിക്ചർ ഇവിടെ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത് കാണിച്ചിട്ടുള്ളത് അറ്റോമിക് ക്ലോക്കാണ്. ഈ അറ്റോമിക് ക്ലോക്കാണ് GPS സാറ്റലൈറ്റ്സിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പൊസിഷനിങ് ആക്യുറസി, ഫാക്ടേഴ്സ് ദാറ്റ് ട്രിഗർ GPS പൊസിഷൻ എറേഴ്സ്. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമ്മൾ GPS സിസ്റ്റം ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അതിൽ എറർ സംഭവിക്കാം. അതിലെ പ്രധാനപ്പെട്ട ചിലതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, അയണോസ്ഫിയർ. അയണോസ്ഫിയർ ഇസ് എ പോർഷൻ ഓഫ് ദ അപ്പർ അറ്റ്മോസ്ഫിയർ ബിറ്റ്വീൻ ദ തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. നമുക്കറിയാം എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിന് പല ലെയറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇതിൽ തെർമോസ്ഫിയറിനും എക്സോസ്ഫിയറിനും ഇടയിൽ വരുന്ന ലെയറാണ് അയണോസ്ഫിയർ. When GPS signal pass through this layer, the propagation velocity of GPS signal goes slower, causing propagation error. GPS സിഗ്നൽ ഈ അയണോസ്ഫിയറിൽ കൂടി പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാത്തിന് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നു, അതായത് അപവർത്തനം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ GPS സിഗ്നലിൻ്റെ വെലോസിറ്റിയിൽ കുറവ് സംഭവിക്കുന്നു. ഇതിനെയാണ് പ്രൊപ്പഗേഷൻ എറർ എന്ന് പറയുന്നത്. ഇത് GPS പൊസിഷൻ എററിന് കാരണമാകാം. നെക്സ്റ്റ്, ട്രോപ്പോസ്ഫിയർ. The troposphere is the lowest portion of Earth's atmosphere. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പോർഷനാണ്, ഏറ്റവും താഴെയുള്ള പോർഷനാണ് ട്രോപ്പോസ്ഫിയർ. The radio reflections caused by dry atmosphere and water vapor within causes GPS position errors. GPS സാറ്റലൈറ്റിൽ നിന്നുള്ള റേഡിയോ സിഗ്നൽസ് ട്രോപ്പോസ്ഫിയർ ലെയറിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ആ ട്രോപ്പോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പേഴ്സിലും അതുപോലെ തന്നെ പൊടിപടലങ്ങളിലും തട്ടി ആ സിഗ്നലിന് റിഫ്ലക്ഷൻ സംഭവിക്കുകയാണ്, അഥവാ പ്രതിഫലനം സംഭവിക്കുകയാണ്. ഈ കാരണം കൊണ്ടും GPS പൊസിഷൻ എറർ സംഭവിക്കാം. നെക്സ്റ്റ്, മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ. GPS signals subjected to reflection when it hit on the ground, structures, etc. This phenomenon is called multipath propagation, causes GPS position errors. GPS സിഗ്നൽസ് ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ ആ ഗ്രൗണ്ടിലുള്ള ബിൽഡിങ്സ് മറ്റ് സ്ട്രക്ചേഴ്സിലൊക്കെ തട്ടി അതിന് റിഫ്ലക്ഷൻ, പ്രതിഫലനം സംഭവിക്കുന്നു. അതിൻ്റെ നോർമൽ പാത്തിൽ നിന്ന് അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നു. ഈ ഒരു പ്രതിഭാസത്തെയാണ് മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതും GPS പൊസിഷൻ എററിന് കാരണമാകാം. നെക്സ്റ്റ് പിക്ചറിൽ GPS പൊസിഷൻ എററിന് കാരണമാകുന്ന വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അയണോസ്ഫിയറിക് റേഡിയോ ഡിസ്റ്റോർഷൻ. അയണോസ്ഫിയറിൽ കൂടെ സിഗ്നൽ പാസ് ചെയ്യുമ്പോൾ ആ റേഡിയോ വേവ്സിന് ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ, അത് പൊസിഷൻ എററിന് കാരണമാകാം. ട്രോപ്പോസ്ഫിയറിക് റേഡിയോ റിഫ്ലക്ഷൻ. ട്രോപ്പോസ്ഫിയറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ റേഡിയോ വേവ്സിന് റിഫ്ലക്ഷൻ സംഭവിക്കുന്നു, അതും എററിന് കാരണമാകാം. ദെൻ മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ. സിഗ്നൽസ് ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ ആ സ്ട്രക്ചേഴ്സിൽ തട്ടിയതിന് റിഫ്ലക്ഷൻ സംഭവിച്ച് അതിൻ്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കുന്നു. ഇതുകൂടാതെ ഈ സാറ്റലൈറ്റുകളിലും അതുപോലെ തന്നെ GPS റിസീവേഴ്സിലും ഉള്ള ക്ലോക്ക്, ആ ക്ലോക്കുകളുടെ ഇനാക്യുറസി മൂലവും പൊസിഷൻ എറേഴ്സ് ഉണ്ടാവാം. ഇത്രയാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, ഡൈല്യൂഷൻ ഓഫ് പ്രിസിഷൻ അഥവാ DOP. DOP is a value that shows the degree of degradation of the GPS positioning accuracy. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമ്മൾ GPS സിസ്റ്റം ഉപയോഗിച്ച് കണ്ടെത്തുകയാണ്. ആ GPS-ൻ്റെ ആക്യുറസി, ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നിർണ്ണയിക്കുന്നതിനുള്ള GPS-നുള്ള ആക്യുറസി, GPS-നുള്ള കൃത്യത, അതിൽ വരുന്ന കുറവ്, അതിൽ എത്രമാത്രം കുറവ് സംഭവിക്കുന്നു, അതിനെയാണ് ഡിഗ്രി ഓഫ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. ആ GPS-ൻ്റെ പൊസിഷനിങ് ആക്യുറസിയിൽ എത്രത്തോളം കുറവ് സംഭവിക്കുന്നുണ്ട് അതിനെ സൂചിപ്പിക്കുന്നൊരു വാല്യൂ ആണ് DOP അഥവാ ഡൈല്യൂഷൻ ഓഫ് പ്രിസിഷൻ എന്ന് പറയുന്നത്. The smaller the value of DOP, higher the positioning accuracy. DOPയുടെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് പൊസിഷനിങ് ആക്യുറസി കൂടും. DOP വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പൊസിഷൻസ് ഓഫ് GPS സാറ്റലൈറ്റ്സ് ട്രാക്ക്ഡ് ഫോർ പൊസിഷനിങ്. നമ്മളൊരു വസ്തുവിൻ്റെ, ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ട്രാക്ക് ചെയ്യുന്ന സാറ്റലൈറ്റ്സ്, ആ സാറ്റലൈറ്റുകളുടെ പൊസിഷനെയാണ് DOP വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്.
If the tracked satellites spread evenly over the Earth, accuracy is higher. And if their positions are disproportionate, accuracy will be lower. നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ്സ് ഈക്വൽ ഡിസ്റ്റൻസിലാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ ആക്യുറസി കൂടുതലായിരിക്കും. ഇനി ട്രാക്ക് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ് ഈക്വൽ ഡിസ്റ്റൻസസിലല്ല, കൃത്യതയില്ലാത്ത രീതിയിലാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്, അതായത് അൺഈക്വൽ ഡിസ്റ്റൻസസിലാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ ആക്യുറസി കുറവായിരിക്കും. നെക്സ്റ്റ്, സിഗ്നൽ സ്ട്രെങ്ത്. സ്റ്റേറ്റ് ഓഫ് റിസപ്ഷൻ ഓഫ് GPS ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്ട്രെങ്ത് ഓഫ് GPS സിഗ്നൽ. GPS സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ടായിരിക്കും ആ സിഗ്നൽസിൻ്റെ റിസപ്ഷൻ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കുക. ആ സിഗ്നൽസ് റിസീവ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഗ്രേറ്റർ ദ സിഗ്നൽ സ്ട്രെങ്ത് ഇസ് മോർ സ്റ്റേബിൾ റിസപ്ഷൻ സ്റ്റാറ്റസ്. സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണെങ്കിൽ റിസപ്ഷൻ സ്റ്റാറ്റസ് സ്റ്റേബിൾ ആയിരിക്കും. റിസപ്ഷൻ സ്റ്റാറ്റസ് ബിക്കം അൺസ്റ്റേബിൾ വെൻ ദ GPS സിഗ്നൽ ബിക്കം വീക്കർ. സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന GPS സിഗ്നൽസ് വീക്കർ ആണെങ്കിൽ അവിടെ റിസപ്ഷൻ സ്റ്റാറ്റസ് അൺസ്റ്റേബിൾ ആയിരിക്കും. GPS സിഗ്നൽസ് വീക്കർ ആവുന്നതിന് കാരണം GPS റിസീവറിന് സമീപം ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒബ്സ്റ്റാക്കിൾ, എന്തെങ്കിലും ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു നോയ്സ് സോഴ്സ്, ശബ്ദം പുറപ്പെടുവിക്കുന്ന എന്തെങ്കിലും സോഴ്സൊക്കെ ഉണ്ടെങ്കിലും ഈ GPS സിഗ്നൽസ് വീക്കർ ആവാം. നെക്സ്റ്റ്, ഇവിടെ കാണിച്ചിട്ടുള്ള ഫസ്റ്റ് പിക്ചർ DOP വാല്യൂ സ്മോളർ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സാറ്റലൈറ്റ്സ് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്, തുല്യ അളവിലാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ DOP വാല്യൂ കുറവാണ്. DOP വാല്യൂ കുറവായതുകൊണ്ട് ആക്യുറസി കൂടുതലായിരിക്കും. നെക്സ്റ്റ് കാണിച്ചിട്ടുള്ള സാറ്റലൈറ്റ്സ് അൺഈക്വൽ ഡിസ്റ്റൻസിൽ, അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് അവിടെ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ DOP വാല്യൂ കൂടുതലാണ്. DOP വാല്യൂ കൂടുതലായതുകൊണ്ട് ആക്യുറസി കുറവായിരിക്കും. നെക്സ്റ്റ് കാണിച്ചിട്ടുള്ള പിക്ചറാണ് കാരിയർ ടു നോയ്സ് റേഷ്യോ. ഫസ്റ്റ് പിക്ചറിൽ കാരിയർ ടു നോയ്സ് റേഷ്യോ വളരെ കൂടുതലാണ്. കാരിയർ ടു നോയ്സ് റേഷ്യോ കൂടുതലാവുമെന്ന് പറയുമ്പോൾ അതിനെ മീൻ ചെയ്യുന്നത് നോയ്സിൻ്റെ അളവ് വളരെ കുറവാണ്. അതായത് സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് വളരെ കൂടുതലാണ്. നോയ്സിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ GPS പൊസിഷനിങ് സ്റ്റേബിൾ ആയിരിക്കും. നെക്സ്റ്റ് പിക്ചറിൽ കാരിയർ ടു നോയ്സ് റേഷ്യോ കുറവാണ്. കാരിയർ ടു നോയ്സ് റേഷ്യോ കുറവാണെന്ന് പറയുന്നത് അത് മീൻ ചെയ്യുന്നത് നോയ്സിൻ്റെ അളവ് കൂടുതലാണ്. നോയ്സിൻ്റെ അളവ് കൂടുതലാവുമ്പോൾ സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത്ത് അതിനനുസരിച്ച് കുറയും. സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് കുറയുമ്പോൾ GPS പൊസിഷനിങ് അൺസ്റ്റേബിൾ ആവും. അത്രയാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് ട്രാക്ഡ് ഫോർ പൊസിഷനിങ്. ദ സ്റ്റേറ്റ് ഓഫ് റിസപ്ഷൻ ഓഫ് GPS ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് ട്രാക്ഡ് ഫോർ പൊസിഷനിങ്. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് അതിൻ്റെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് റിസപ്ഷൻ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കുക. റിസപ്ഷൻ ഓഫ് GPS ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് ട്രാക്ഡ് ഫോർ പൊസിഷനിങ്. റിസപ്ഷൻ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ സാറ്റലൈറ്റ്സിൻ്റെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മറ്റു ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇഫ് ദ നമ്പർ ഓഫ് ട്രാക്ഡ് സാറ്റലൈറ്റ്സ് ഇസ് ഗ്രേറ്റ്, GPS പൊസിഷനിങ് ബിക്കം ഗ്രേറ്റ്. ട്രാക്ഡ് സാറ്റലൈറ്റ്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ GPS പൊസിഷനിങ് നമുക്ക് നല്ല രീതിയിൽ പൊസിഷനിങ് ചെയ്യാനായിട്ട് സാധിക്കും. If these are fewer satellites tracked for positioning, it would be difficult to generate GPS position. ട്രാക്ഡ് സാറ്റലൈറ്റ്സിൻ്റെ എണ്ണം വളരെ കുറവാണെങ്കിൽ പൊസിഷനിങ് ചെയ്യാനായിട്ട് GPS ഉപയോഗിച്ച് പൊസിഷനിങ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് ഫിഗർ സാറ്റലൈറ്റ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ പൊസിഷനിങ് ഈസി ആയിരിക്കും. നെക്സ്റ്റ് പിക്ചറിൽ സാറ്റലൈറ്റ്സിൻ്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ പൊസിഷനിങ് ഡിഫിക്കൽട്ടായിരിക്കും. Next, DGPS. Differential Global Positioning System is an enhancement to the GPS. GPS സിസ്റ്റത്തിൻ്റെ ആക്യുറസി വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ എറേഴ്സിനെ മാക്സിമം കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ട് അതിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാനായിട്ട് GPS സംവിധാനത്തെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു സംവിധാനം അതാണ് ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ DGPS. DGPS uses fixed ground-based reference station to broadcast the difference between the coordinates from GPS and from the fixed position from the base station.
DGPS-ൽ പ്രധാനമായിട്ടും 2 സ്റ്റേഷൻസ് ആണുള്ളത്. ഒരു ഫിക്സഡ് ബേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു റോവർ അഥവാ മൂവിങ് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഈ മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷനാണ് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വരുന്ന ഫിക്സഡ് ബേസ് സ്റ്റേഷൻ, അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ കോർഡിനേറ്റ്സ് ഓൾറെഡി സർവേ ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഫിക്സഡ് ബേസ് സ്റ്റേഷനിലുള്ള റിസീവർ സാറ്റലൈറ്റുകളിൽ നിന്ന് സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ റിസീവർ ആ കോർഡിനേറ്റ്സ്, ആ ഫിക്സഡ് ബേസ് സ്റ്റേഷൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നു. ഈ കോർഡിനേറ്റ്സിനെ നേരത്തെ ഓൾറെഡി സർവേ ചെയ്ത് വെച്ചിട്ടുള്ള കോർഡിനേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് ഡിഫറൻഷ്യൽ കറക്ഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ കറക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡിഫറൻസിനെ ആ കറക്ഷനെ നമ്മൾ റോവേഴ്സ് അഥവാ മൂവിങ് ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ടെറസ്ട്രിയൽ കമ്മ്യൂണിക്കേഷൻ വഴി മൂവിങ് ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദ ഡിജിറ്റൽ കറക്ഷൻ സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഓൾ ഗ്രൗണ്ട് ബേസ്ഡ് ട്രാൻസ്മിറ്റേഴ്സ് കോൾഡ് റോവേഴ്സ്. ഡിജിറ്റൽ കറക്ഷൻ സിഗ്നൽ ഫിക്സഡ് ബേസ് സ്റ്റേഷനിൽ നിന്നും അതിനെ റോവേഴ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ റോവേഴ്സിൻ്റെ കറക്റ്റ് പൊസിഷൻ, ആ കറക്ഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ആ റോവേഴ്സിൻ്റെ കറക്റ്റ് പൊസിഷൻ ലഭിക്കുന്നതാണ്. DGPS relies on 2 stations. One is base station and next is a rover. DGPS പ്രധാനമായിട്ട് 2 സ്റ്റേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ബേസ് സ്റ്റേഷനും മറ്റൊന്ന് റോവറുമാണ്. ഇവിടെ റോവർ എന്ന് പറയുന്നതാണ് മൂവിങ് ഒബ്ജക്റ്റ്. ആ റോവറിലുള്ള റിസീവറിലേക്ക് ആ സാറ്റലൈറ്റ്സിൽ നിന്ന് സിഗ്നൽസ് വരുന്നുണ്ട്. ആ സിഗ്നൽസിനോടൊപ്പം തന്നെ ഈ ഡാറ്റ കറക്ഷനും ഒപ്പം അതിനോടൊപ്പം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റഡ് ആയിട്ടുള്ള അതിൻ്റെ കോർഡിനേറ്റ്സ് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ GPS ആൻഡ് DGPS. GPS-നും DGPS-നും ഉള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ്, GPS ഹാൻഡ് ഹെൽഡ് ഡിവൈസ് റിസീവ് സിഗ്നൽസ് ഫ്രം ദ സാറ്റലൈറ്റ്സ്. GPS-ൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസ്, അതായത് റിസീവർ സാറ്റലൈറ്റ്സിൽ നിന്നാണ് സിഗ്നൽസിനെ സ്വീകരിക്കുന്നത്. പക്ഷേ DGPS-ൽ ഹാൻഡ് ഹെൽഡ് റിസീവർ എന്ന് വെച്ചാൽ ഇവിടെ റോവറാണ്. റിസീവ്സ് കാലിബ്രേറ്റഡ് സിഗ്നൽ ഫ്രം ഗ്രൗണ്ട് ബേസ്ഡ് ട്രാൻസ്മിറ്റർ. ഇവിടെ റോവർ കാലിബ്രേറ്റഡ് സിഗ്നൽ, അതായത് കറക്റ്റഡ് ആയിട്ടുള്ള സിഗ്നൽ ഗ്രൗണ്ട് ബേസ്ഡ് ട്രാൻസ്മിറ്ററിൽ നിന്ന് സ്വീകരിക്കുന്നു. ഫിക്സഡ് ബേസ് സ്റ്റേഷനിൽ നിന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള സിഗ്നലാണ് റോവർ സ്വീകരിക്കുന്നത്. GPS-ൽ ആക്യുറസീസ് അറൗണ്ട് 15 meters. ആക്യുറസി 15 മീറ്ററിനടുത്താണ്. DGPS-ൽ ആക്യുറസീസ് അറൗണ്ട് 10 centimeter-നടുത്താണ്. GPS ക്യാൻ ബി യൂസ്ഡ് ഗ്ലോബലി. GPS വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. DGPS ലോക്കലി മേ ബി വിത്തിൻ 100 kilometer. ആക്യുറസി ഡിക്രീസസ് വെൻ ദ ഡിസ്റ്റൻസ് ഫ്രം ഗ്രൗണ്ട് ബേസ്ഡ് ട്രാൻസ്മിറ്റർ ഇൻക്രീസസ്. ഗ്രൗണ്ട് ബേസ്ഡ് ട്രാൻസ്മിറ്ററിൽ നിന്ന് റോവറിലേക്കുള്ള ഡിസ്റ്റൻസ് ഏകദേശം 100 kilometer-നുള്ളിലായിരിക്കണം. അതിനേക്കാളും ഡിസ്റ്റൻസിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ ആക്യുറസി അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. നെക്സ്റ്റ്, GPS അഫോർഡബിൾ കമ്പയർഡ് ടു DGPS. വൈ ഓൾ സ്മാർട്ട് ഫോൺസ് ഹാവ് ബിൽറ്റ് ഇൻ GPS സിസ്റ്റം. DGPS-നെ അപേക്ഷിച്ചിട്ട് GPS-ന് ചിലവ് കുറവാണ്. കാരണം എല്ലാ സ്മാർട്ട് ഫോണുകളും ഒരു ബിൽട്ടായിട്ടുള്ള GPS സിസ്റ്റം ഉണ്ട്. DGPS-ന്റെ പ്രവർത്തനത്തിന് ചിലവ് കൂടുതലാണ്. നെക്സ്റ്റ്, GPS സാറ്റലൈറ്റ്സ് ട്രാൻസ്മിറ്റ് സിഗ്നൽ ഇൻ ഫ്രീക്വൻസി ഫ്രം 1.1 to 1.5 GHz. GPS സാറ്റലൈറ്റ്സ് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രീക്വൻസി 1.1-നും 1.5 GHz-നും ഇടയിലാണ്. DGPS-ൽ സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസി വാരി ചെയ്യും. GPS ആക്യുറസി ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് യൂസ്ഡ്. GPS-ൻ്റെ ആക്യുറസി നമ്പർ ഓഫ് സാറ്റലൈറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. DGPS-ൽ ആക്യുറസി ട്രാൻസ്മിറ്ററിനും അതുപോലെ റോവറിനും ഇടയിലുള്ള ഡിസ്റ്റൻസിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ആക്യുറസി കുറഞ്ഞുകൊണ്ടിരിക്കും. നെക്സ്റ്റ്, GPS ബെറ്റർ ആക്യുറസി ഓൺ ഓപ്പൺ സ്പേസ് കമ്പയർഡ് ടു ഫോറസ്റ്റ് ഏരിയ. ഫോറസ്റ്റ് ഏരിയനെ അപേക്ഷിച്ചിട്ട് ഓപ്പൺ സ്പേസിൽ ആക്യുറസി കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.